Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 5th സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് 13th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്നലെ മുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തു. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. സോ നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇത് മാത്രമല്ല, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. 5th സെമസ്റ്ററിലെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ്, ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ബികോം BBA 2 കോഴ്സിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോവാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 5th സെമസ്റ്റർ CBCSS UG ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2022 ബികോം ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് 2019 അഡ്മിഷൻ ഓൺവേർഡ്സ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലോട്ട് നമുക്ക് ആദ്യം തന്നെ കടക്കാം. അറിയുന്നതാണ് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 15 ചോദ്യങ്ങൾ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസിനൊക്കെ, നമ്മുടെ കോച്ചിങ് കൊടുത്ത സ്റ്റുഡൻസിനൊക്കെ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ചോദ്യവും അതിന്റെ ആൻസറും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. നമ്പർ 1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഫസ്റ്റ് ചാപ്റ്റർ, ബേസിക് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 5 ഹെഡ്സിന്റെ ടോട്ടലാണ് അല്ലേ. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം HP, PGBP, നോക്കിയേ, then capital gain, other source. അപ്പോൾ അതിന്റെ ആൻസർ ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം മീൻസ് ദി ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടഡ് ബിഫോർ ക്ലെയിമിംഗ് any deductions under section 80C to 80U. 80C to 80U ഡിഡക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നേക്കാൾ മുമ്പുള്ള സമ്മേഷൻ ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ അതിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദി ഫിഗർ അറൈവ്ഡ് after adding taxable income under the 5 heads and after applying the provisions of clubbing of income, set of losses and carry forward and set of loss ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓഫ് 5 ഹെഡ്സ് ആണ്. ഡിഡക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ 5 ഹെഡ്സിന്റെയും ടോട്ടല്, സാലറി, HP, PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, അതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 2 മാർക്ക് മുഴുവനായിട്ട് മേടിക്കാം. മൂവിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം, ഹു ഈസ് അസസി ഇൻ ഡിഫോൾട്ട്? ആരെയാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയാ? ദി പേഴ്സൺ ഫെയിൽഡ് ടു പേ ടാക്സ് ഇൻ ടൈം. ആ വ്യക്തിനെയാണ് നമുക്ക് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയാൻ സാധിക്കുക. സോ നമുക്ക് നേരെ ആൻസറിലോട്ട് പോകാം. നോക്കിയേ, വെൻ എ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് എനി വർക്ക് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് ആൻഡ് ഹി ഫെയിൽസ് ടു ഡു ഇറ്റ്, ഹി ഈസ് കോൾഡ് അസസി ഇൻ ഡിഫോൾട്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് അടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു വ്യക്തി, ടാക്സ് മാത്രം ആവണമെന്നില്ല, ഈ പറയുന്ന പ്രോപ്പറായിട്ട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു, അടച്ചില്ല, അപ്പോൾ ഈ പറയുന്ന ഫെയിലിയർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയാം. റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. അതൊക്കെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നമ്പർ 3, പ്രീവിയസ് ഇയർ. എന്താണ് പ്രീവിയസ് ഇയറോ അസസ്മെന്റ് ഇയറോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആണ്. എന്താണ് പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകത്തിനെയാണ് അസസ്മെന്റ് ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കണ്ടേ. അസസ്മെന്റ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി ഫിനാൻഷ്യൽ ഇയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രീവിയസ് ഇയർ എന്ന് പറയാ അല്ലെ. പ്രീവിയസ് ഇയർ മീൻസ് ദി ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയാ. പ്രീവിയസ് ഇയറിൽ നമുക്ക് ലഭിക്കുന്ന ഇൻകത്തുമേ അസസ്മെന്റ് ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. മൂവിങ് ടു നമ്പർ 4, വാട്ട് ഡു യു മീൻ ബൈ പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി? റിപ്പീറ്റ് ചോദ്യമാണ്, നമുക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാം. പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി എന്താണ്? അതർ ദാൻ എന്താണ് സാലറി അല്ലാണ്ട് കൊടുക്കുന്നത്. പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി മീൻസ് എ ടെർമിനൽ പേയ്മെന്റ് മെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു എംപ്ലോയി ഇൻസ്റ്റെഡ് ഓഫ് സാലറി. സാലറി അല്ലാണ്ട് അതിൽ എന്തൊക്കെയാണ് വരുന്നത്? കോമൺ ആയിട്ട്
Number 1, compensation for loss of employment or modification of terms of employment from the employer or former employer. ആദ്യത്തെ compensation ആണ്. Number 2, any amount received from unrecognized provident fund to the extent of employer's contribution and interest thereon. രണ്ടാമത് വരുന്ന amount. Then any amount received under a key man insurance policy. Number 4, any amount due or received from any person before joining any employment with that person or after cessation of employment with that person. അപ്പോൾ profit in lieu of salary. അതർ ദാൻ എന്താണ് സാലറി എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. 3-4 പോയിന്റ് ഇതിൽ ശ്രദ്ധിച്ചു വെക്കുക. നമുക്ക് 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വീണ്ടും പ്രതീക്ഷിക്കാം. എന്താണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്നുള്ള ചോദ്യം. ഓക്കെ. നമ്പർ 5, സ്റ്റേറ്റ് എനി 4 ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിലെ ഏതെങ്കിലും 4 എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്തായാലും തിയറി നോക്കേണ്ട ഒരു ചോദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഒരു കുറച്ചധികം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു 4 എണ്ണമാണ് മെൻഷൻ ചെയ്യാറില്ല. അപ്പോൾ 4 എഴുതിയാലും മതി. Tea or snacks or free food or non-alcoholic beverages provided in the office. Then residential accommodation provided at work site, project site, remote area. Expenses on telephone including mobile phone. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. Then employees contribution to staff insurance scheme, employees contribution to approved superannuation fund, conveyance facility from the place of employment to residence and back. അപ്പോൾ ഒരു 4 എണ്ണം പറഞ്ഞാൽ മതി. 4 എണ്ണം പറഞ്ഞിട്ടുള്ള നമുക്ക് ആൻസർ കീക്ക് വേണ്ടിയിട്ട് ഇത്ര അധികം ഇട്ടൊന്നും മാത്രം കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്പർ 5 ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് എ സ്പെസിഫൈഡ് എംപ്ലോയി? 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ്, 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയെ നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയാം. ഏതൊക്കെയാ? ഒന്നുകിൽ ഡയറക്ടർ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവണം. അതല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ 20%-നേക്കാൾ മിനിമം 20%-നേക്കാൾ കൂടുതൽ, മിനിമം 20% ഷെയർസ് ഉണ്ടായിരിക്കണം. എ പേഴ്സൺ ഹാവിങ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി, ദാറ്റ് മീൻസ് 20% വോട്ടിംഗ് പവർ. ദെൻ എന്താണ് സാലറി ലഭിക്കുന്നത് 50,000-നേക്കാൾ കൂടുതൽ. എംപ്ലോയി whose income under the head salary exceeds 50,000 after making deductions under section 16. അപ്പോൾ 50,000 ശമ്പളം. ദെൻ ഡയറക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫുൾഫിൽ ചെയ്താൽ ആ വ്യക്തിനെ നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയാം. റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ, എന്തായാലും തിയറി നോക്കിയിരിക്കണം. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി HP-യിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ചോദ്യങ്ങൾ സാലറിയിൽ നിന്ന് വന്നു എന്നുള്ളത്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദി ടൈം സ്റ്റാൻഡേർഡ് റെന്റ്? സ്റ്റാൻഡേർഡ് റെന്റ് എന്താ? റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം വരുന്ന റെന്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയാ. റിപ്പീറ്റ് ചോദ്യമാണ്. ഏതെങ്കിലും ഒരു എന്താണ് സ്റ്റാൻഡേർഡ് റെന്റോ ആക്ച്വൽ റെന്റോ, അതുപോലെ നോൺ റിയലൈസ്ഡ് റെന്റ്, കോമ്പോസിറ്റ് റെന്റ്, അതുപോലെ തന്നെ MRV FRV ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട് വരും. എക്സ്പെക്ട് റെന്റോ. അപ്പോൾ സ്റ്റാൻഡേർഡ് റെന്റ് ഈസ് ദി മാക്സിമം റെന്റ് വിച്ച് എ പേഴ്സൺ ക്യാൻ ലീഗലി റിക്കവർ ഫ്രം എ ടെനന്റ് where rent control act is applicable. ഞാൻ പറഞ്ഞു, if the property is situated at the place where standard rent is fixed under rent control act, the municipal valuation or fair rental value must not be more than standard rent. നമുക്ക് തിയറിയിൽ പഠിക്കാനുള്ള MRV or FRV whichever is higher, അത് നമ്മളെ സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് എന്താണ് കമ്പയർ ചെയ്ത് whichever is less ആണ് എടുക്കുക. അതാണ് എക്സ്പെക്ട് റെന്റ്. അപ്പോൾ റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്യുന്ന റെന്റാണ് സ്റ്റാൻഡേർഡ് റെന്റ് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8. അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ഈസ് ദി ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി? സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ എന്താണ് ടാക്സ് ട്രീറ്റ്മെന്റ് എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൽഫ് ഓക്യുപ്പൈഡിന്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലാണ് വരാ. 2-ലധികം ഹൗസിൽ സെൽഫ് ഓക്യുപ്പൈഡ് ഉണ്ടെങ്കിൽ 3-ാമത് പിന്നെ വരുന്നതിന് നമ്മൾ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആയിട്ട് എടുക്കണം. പിന്നെ നമുക്ക് ഡിഡക്ഷൻസ് ലഭിക്കും. ഇൻട്രസ്റ്റ് ഓൺ ലോണിന് 2 lakh മാക്സിമം. അത് 1999 മുമ്പാണെങ്കിൽ 30,000 വരെ. ഇത്രയേ ഉള്ളൂ. ഇത് തിയറി ആയിട്ട് എഴുതണം. നോക്കിയേ, ഇഫ് ദി ഹൗസ് ഈസ് ഓക്യുപ്പൈഡ് ബൈ ഓണർ ഫോർ ഹിസ് ഓൺ റെസിഡൻസ്, അതിനാണ് സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറയാ. ആനുവൽ വാല്യൂ നില്ലാണ്. ദെൻ വിത്ത് ഇഫക്ട് ഫ്രം പ്രീവിയസ് ഇയർ 1920 assessee can avail the benefit of 2 self occupied. 2 സെൽഫ് ഓക്യുപ്പൈഡ് വരെ നില്ലായിരിക്കും ആനുവൽ വാല്യൂ. assessee cannot make any deduction from the annual value
അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിനെയാണ് ഡിഡക്ഷൻ ലഭിക്കുക. അത് 1999 മുമ്പാണെങ്കിൽ 30,000, അതിന് ശേഷമാണെങ്കിൽ 2 lakh വരെ പറ്റും. ദാറ്റ്സ് അബൌട്ട് ഈ സെൽഫ് ഇക്വിവലന്റിന്റെ ട്രീറ്റ്മെന്റ് കേട്ടോ. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം. നമ്മൾ ഇതിന്റെ തിയറി പഠിച്ചാലേ പ്രോബ്ലം നമുക്ക് എഴുതാൻ ചെയ്യാൻ പറ്റാറുള്ളൂ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി കണ്ടീഷൻസ് ഓഫ് റൂൾ 4 ടു ക്ലെയിം അൺറിയലൈസ്ഡ് റെന്റ്? അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് കിട്ടണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ചില ക്വസ്റ്റ്യനിൽ പറയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? നമുക്ക് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റ്. നമ്പർ 1, ദി ടെനൻസി ഈസ് എ ബോണഫൈഡ് ആയിരിക്കണം. ദെൻ ദി ഡിഫോൾട്ടിംഗ് ടെനന്റ് ഹാസ് വെക്കേറ്റഡ് ഓർ സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ ടു കമ്പൽ ഹിം ടു വെക്കേറ്റ് ദി പ്രോപ്പർട്ടി. The defaulting tenant is not in occupation of any other property of the assessee. The assessee has taken all responsible steps of instituting legal proceedings for the recovery of the unpaid rent. അപ്പോൾ റൂൾ 4, rent not received is considered as unrealized rent പറയുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത് അൺറിയലൈസ്ഡ് റെന്റിൻ്റെ കേട്ടോ. നമ്മുടെ തിയറിയിലുള്ളതാണ്. വീണ്ടും പ്രതീക്ഷിക്കാം, തിയറി നോക്കാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10. നമ്മൾ 9ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ കണ്ടേ. ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം PGBPയിലെ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്താണ്? റിപ്പീറ്റ് ചോദ്യമാണ്. ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കണം. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഡിപ്രീസിയേഷൻ്റെ ഏരിയയിൽ വരുന്നതാണ്. ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ അസറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ബ്ലോക്ക് സിമിലർ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനെ ഓരോ ബ്ലോക്കുകളാക്കി ഡിവൈഡ് ചെയ്യാം. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് റെഫേഴ്സ് ടു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ഓൺ ദി സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഒരേ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനിൽ വരുന്നതിനെ ഓരോ ബ്ലോക്കിലോട്ട് മാറ്റാണ്. ദി ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ഓൺ വിച്ച് ഡിപ്രീസിയേഷൻ can be claimed are tangible assets including building, machinery, plant or furniture. ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, പാറ്റന്റ്, കോപ്പിറൈറ്റ്. അപ്പോൾ ഇതൊക്കെ ഒരേ റേറ്റിൽ വരുന്നതിനെ ഓരോ ബ്ലോക്കായിട്ട് മാറ്റുന്നതിനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ്റെ ചാപ്റ്റർ. PGBPയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഡിപ്രീസിയേഷൻ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11 ഏതാണെന്ന് നമുക്ക് നോക്കാം. ബിസിനസ് എന്താണ്? ഡിഫൈൻ ദി ടൈം ബിസിനസ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമല്ലേ. ബിസിനസ് എന്താണ്, അതുപോലെ തന്നെ പ്രൊഫഷൻ എന്താണെന്നുള്ള ചോദ്യം വീണ്ടും പ്രതീക്ഷിക്കാം. നിർബന്ധമായും നിങ്ങൾ നോക്കിയിരിക്കണം. ബിസിനസ് മീൻസ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് എ വ്യൂ ടു മേക്ക് പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രേഡ് ആവാം, കോമേഴ്സ് ആവാം, മാനുഫാക്ചർ ആവാം, ഓർ എനി അഡ്വെഞ്ചർ ഓർ കൺസേൺ ദി നേച്ചർ ഓഫ് ട്രേഡ്, കോമേഴ്സ് ഓർ മാനുഫാക്ചർ. എന്ത് ചെയ്താൽ നമ്മൾ +1 മുതൽ പഠിക്കുന്നതാണ് ബിസിനസ് എന്താന്നുള്ളത് അല്ലേ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12. വൊക്കേഷൻ എന്താണ്? നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം കേട്ടോ. എന്താണ് വൊക്കേഷൻ എന്ന്? Vocation means all activities which are performed in order to earn a livelihood. Examples are brokers, insurance agents, self-employed people, dancers, musicians, painters. ഇവരൊക്കെ നമുക്ക് പറയാം. Vocation means എന്താണ്? all activities ചെയ്യുന്നത് which are performed in order to earn a livelihood. ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ചെയ്യുന്ന പരിപാടി ഇതിനാണ് വൊക്കേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിന് കറക്റ്റ് ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് ഇട്ടുള്ളത്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ട്രാൻസ്ഫർ ഇൻ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ? വീണ്ടും പ്രതീക്ഷിക്കാം. മനസ്സിലാവുണ്ടോ? റിപ്പീറ്റ് ചോദ്യമാണ്, വീണ്ടും പ്രതീക്ഷിക്കാം. ട്രാൻസ്ഫർ എന്താണ്? നമുക്കറിയാം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താലേ നമുക്ക് അതിനെ ക്യാപിറ്റൽ ഗെയിൻ, അതിൽ നിന്ന് കിട്ടുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണോ ക്യാപിറ്റൽ ലോസ് ആണെന്ന് പറയാൻ സാധിക്കുക. സോ ട്രാൻസ്ഫർ ഇൻക്ലൂഡ്സ് sale, exchange, relinquishment of the asset, extinguishment of any right therein, compulsory acquisition, conversion of asset into stock in trade, conversion of a business into a limited company, transferring the possession of any movable property as per Transfer of Property Act. ഇതിനൊക്കെ നമുക്ക് ട്രാൻസ്ഫർ എന്ന് പറയാൻ സാധിക്കും. റിപ്പീറ്റ് ചോദ്യമാണ്, വീണ്ടും പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിച്ചിരിക്കണം.
Moving to question number 14. What is indexed cost of acquisition? Capital gain, long term capital gain calculation നമുക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ കാൽക്കുലേഷൻ അല്ലേ? ആ ഫോർമുല എഴുതി വയ്ക്കണം. 14. Cost of acquisition of an asset is the value for which it is acquired by the assessee. For calculating long term capital gain, it must be indexed. 10 വർഷം മുമ്പ് മേടിച്ച എന്താണ് ഒരു 5 സെന്റ് സ്ഥലം നമ്മളിപ്പോൾ വിൽക്കണ സമയത്ത് അന്ന് മേടിച്ച 10 ലക്ഷം രൂപയ്ക്കാണ്. ഇപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ 35 ലക്ഷവും. അപ്പൊ അന്നത്തെ വാല്യൂവിനെ ഇന്നത്തെ വാല്യൂയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുക എന്ന് പറയാം. So equation indexed cost of acquisition is equal to cost into cost of inflation index of the year in which asset is sold divided by acquiring year. Okay, റിപ്പീറ്റ് ചോദ്യമാണ്, നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മൂവിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ? അതർ സോഴ്സസിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, വീണ്ടും പ്രതീക്ഷിക്കാം. ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്താണ്? ഒറ്റ ചോദ്യമാണ് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു അവോയ്ഡ് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എസ്കേപ്പ് ഫ്രം ടാക്സ്. ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ടാക്സ് സം അസസി മേ സെൽ സെക്യൂരിറ്റീസ് എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ടു ദെയർ ക്ലോസ് ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ആൻഡ് റീപർച്ചേസ് ദി സെക്യൂരിറ്റീസ് ഫ്രം ദം ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഓഫ് ദി ഡ്യൂ ഡേറ്റ്. അപ്പോൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരിലുള്ള സെക്യൂരിറ്റി നമ്മൾ വേറെ നമ്മുടെ ഫ്രണ്ട്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം തിരിച്ച് അവരെ തന്നെ ഡ്യൂ ഡേറ്റിന് മുമ്പ് അല്ലേ അവരെ നമ്മൾ തിരിച്ചു മേടിക്കുന്നു. ഇഫ് ദി ക്ലോസ് റിലേറ്റീവ് ഓർ ഫ്രണ്ട്സ് ആർ ഓഫ് ലോ ഇൻകം ഗ്രൂപ്പ് ബോത്ത് പേഴ്സൺസ് ക്യാൻ എസ്കേപ്പ് ഫ്രം ടാക്സ് ലയബിലിറ്റി. ഇതിനാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പം എൻ്റെ കയ്യിലുള്ള സാധനം സെക്യൂരിറ്റി ഞാൻ ലോവർ ഇൻകം ഉള്ള എൻ്റെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം തിരിച്ച് വീണ്ടും ആ ഡേറ്റ് ഞാൻ തിരിച്ച് മേടിക്കുന്നു. ഈ പരിപാടിയാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പാർട്ട് 1-ത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടേ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയിലോട്ടാണ് പോകേണ്ടത്. പാർട്ട് ബിയിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാം. 5 മാർക്കാണ് ഒരു ചോദ്യത്തിന് വരുന്നത്. അപ്പോൾ പ്രോബ്ലംസ് തന്നെ പഠിക്കണം. പാർട്ട് എയിൽ തിയറി ഒന്നും, പാർട്ട് ബിയിൽ പ്രോബ്ലംസ് ആണ്. 2 തിയറിയാണ് വരുന്നത് കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 16. ABC Company Limited took a house on rent and allocated it to its employee. From the following information, find out the value of perquisite of accommodation. അപ്പോൾ എന്താണ് പെർക്വിസിറ്റ് കണ്ടുപിടിക്കാനാണ്. വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഓഫ് അക്കോമഡേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ ഡീറ്റെയിൽസ് എന്നുള്ള റെന്റ് പെയ്ഡ് ഫോർ ദി ഇയർ, സാലറി, കോസ്റ്റ് ഓഫ് ഫർണിച്ചർ, റെന്റ് ചാർജ്ഡ് ഫ്രം എംപ്ലോയി പെർ മന്ത്. വളരെ ഈസി അല്ലേ? വാല്യൂ ഓഫ് റെന്റ് ഫീ അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മാർക്കൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ എവിടെയാണ് സ്ഥലം എന്ന് പറയാത്തതുകൊണ്ട് നമ്മൾ സാലറിയുടെ പോപ്പുലേഷൻ്റെ ബേസിലാണ്. 25 ലക്ഷത്തിനേക്കാൾ കൂടുതലായിരിക്കും അവർ താമസിക്കുന്ന സ്ഥലത്തെ പോപ്പുലേഷൻ എന്നുള്ള അസംഷൻ്റെ ബേസിൽ 15% സാലറി നമ്മൾ എടുക്കുന്നു. അപ്പോൾ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഓർ 15% സാലറി വിച്ച് ആർ ഈസ് ലെസ്. അപ്പോൾ അത് പ്രകാരം 60,000 ആദ്യം നമ്മൾ കാണിക്കുന്നു. ദെൻ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, ചെയ്ത് നോക്കിക്കോളൂ. ദെൻ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 10% ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ കിട്ടി. ദെൻ നമ്മൾ എന്തെങ്കിലും എമൗണ്ട്, എംപ്ലോയി എന്തെങ്കിലും എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പോൾ 12,000 അത് കുറച്ചു, ബാലൻസ് കിട്ടുന്നതാണ് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഈസി പ്രോബ്ലം വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ. ഓക്കെ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റൻ നമ്പർ 16. മൂവിങ് ടു ക്വസ്റ്റൻ നമ്പർ 17. അപ്പോൾ വളരെ ഈസി ചോദ്യമായിരുന്നു കേട്ടോ 16. ദെൻ നെക്സ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനുള്ള അഗെയിൻ ഈസി ചോദ്യം. ശ്രീ ശ്യാം, who was born and brought up in India, went for further studies to UK on 1st March 2019 and came back to India on 1st October 2020 early in the morning. Find out his residential status for the assessment year 21-22. ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുള്ളതാണ്, നമ്മൾ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ എന്താണ്, അപ്പോൾ നമുക്ക് റെസിഡൻ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അതിൻ്റെ ബേസിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻസ് നമുക്കറിയാം. ബേസിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താ, പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ
ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത് ബേസ് 182 ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60, പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 365 ഉണ്ടായിരിക്കണം. ഇതാണ് 2 ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഈ 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഫുൾഫിൽ ചെയ്താൽ ആ വ്യക്തി റെസിഡൻ്റ് ആയി. ഇനി 2 അഡീഷണൽ കണ്ടീഷൻ്റെ കേസ് പല കുട്ടികൾക്കും ഈ അഡീഷണൽ കണ്ടീഷൻ എന്താണെന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ടീച്ചേഴ്സ് അടക്കം തെറ്റിയിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം 2 അഡീഷണൽ കണ്ടീഷനിൽ ആദ്യത്തെ പറയുന്നത് ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ in at least 2 out of 10 previous years immediately preceding the relevant previous year. ഇതാണ് പറയുന്നത്. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തിലെ 2 വർഷം റെസിഡന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പലരും 10 വർഷത്തിൽ 2 വർഷം എന്ന് പറയുമ്പോൾ 2 വർഷം ടോട്ടൽ അപ്പോൾ 325 പ്ലസ് 365 730 ഉണ്ടല്ലോ. പിന്നെ രണ്ടാമത് പറയുന്നുണ്ട് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷത്തിൽ 730. അപ്പൊ ഈ രണ്ടും ഒന്നല്ലേ എന്ന് തെറ്റിദ്ധരിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, രണ്ടും രണ്ടാണ്. എന്താണ് പ്രത്യേകത? ഈ ഒരു പോയിന്റ് ആണ് നോക്കണ്ടേ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തിലെ 2 വർഷം റെസിഡന്റ് ആണോ നോക്കണം. റെസിഡന്റ് ഒരു വ്യക്തി ആകണമെങ്കിൽ ആ വ്യക്തി നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ ഒരു വർഷത്തിന് പ്രീവിയസ് ഇയറിൽ 182 അതിൽ കൂടുതലോ ഒരു വ്യക്തി പ്രീവിയസ് ഇയറിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി റെസിഡന്റ് ആയി. അതല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60, പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 365. ഈ 2 കണ്ടീഷൻസിലെ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ റെസിഡന്റ് എന്ന് പറയാ. സോ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തില് 2 വർഷം റെസിഡന്റ് ആയിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 730 ദിവസം ഉണ്ടാവണം എന്നല്ല, 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകണമെന്നല്ല ഈ അഡീഷണൽ കണ്ടീഷനിൽ ആദ്യത്തെ പറയുന്നത്. പല കുട്ടികളും തെറ്റായിട്ട് പഠിക്കുകയാണ്. 10 വർഷത്തിൽ 2 വർഷം ഉണ്ടാകണം എന്നല്ല, 10 വർഷത്തിൽ 2 വർഷം റെസിഡന്റ് ആയിരിക്കണം ഇന്ത്യയിൽ. റെസിഡന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാ ഒരു വ്യക്തി റെസിഡന്റ് ആവുക? പ്രീവിയസ് ഇയറിൽ 182 അതിൽ കൂടുതലോ, അതല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60, പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 365 ഉണ്ടാവുമ്പോഴാണ് റെസിഡന്റ് ആവുക. അപ്പൊ ഇത് മനസ്സിൽ എപ്പോഴും വരണം. ഈ 2 അഡീഷണൽ കണ്ടീഷനും രണ്ടും രണ്ടാണ് പറയുന്നത്. ഓക്കെ, അതല്ലാണ്ട് ഇവിടെ 2 വർഷം എന്ന് പറയുമ്പോൾ 325 പ്ലസ് 325 730 വരില്ലേ. അപ്പൊ പിന്നെ എന്നിട്ട് ഈ രണ്ടാമത്തെയും ആദ്യത്തെയും തമ്മിലുള്ള വ്യത്യാസം പല കുട്ടികളും ഇത് പഠിക്കില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സ് തെറ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ, അവർക്കും പ്രോപ്പറായിട്ട് അറിയാണ്ട്. ദെൻ രണ്ടാമതാണ് പറയുന്നത് പ്രീവിയസ് ഇയറിലെ തൊട്ട് മുമ്പുള്ള 7 വർഷത്തിലെ 730 ദിവസം. അപ്പൊ ഈ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, 730 ഇതാണ് കണ്ടീഷൻസ്. ഇതിന്റെ ബേസിലല്ലേ നമ്മൾ നോക്കുക ഒരു വ്യക്തി റെസിഡന്റ് ആണോ അല്ലയോ, അല്ലേ? അപ്പൊ നോക്കിയവിടെ ആ വ്യക്തി പോയിട്ടുള്ളത് ഒക്ടോബറിലാണെന്ന് പറയേണ്ട കറക്റ്റായിട്ട് കാൽക്കുലേഷൻസ് ഉണ്ട് കേട്ടോ, നോക്കിയാൽ കാണാം. അപ്പൊ 182 ദിവസം ആ വ്യക്തി പ്രീവിയസ് ഇയറിൽ ഉണ്ട്. ഓക്കെ, സോ ഹി സാറ്റിസ്ഫൈസ് എന്താണ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻ ആൻഡ് എന്താണ് ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷനിൽ ഒരെണ്ണം ഫുൾഫിൽ ചെയ്തു, ആദ്യത്തെ 182 ഉണ്ട്, അപ്പൊ റെസിഡന്റ് ആയി. ദെൻ ആ വ്യക്തി ആദ്യമായിട്ടാണ് ഇന്ത്യ വിട്ട് പോകുന്നത്. സോ ദാറ്റ്സ് വൈ ആ വ്യക്തി ഇവിടെ ഉണ്ട്. സോ 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ആയതുകൊണ്ട് ആളെ എന്ത് പറയാം? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയാം. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദി കൺസെപ്റ്റ്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ചോദ്യത്തിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17 കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 18. A partnership is dissolved. It's one short-term capital asset costing 1 lakh is taken over by a partner at an agreed price 1,10,000, whereas the fair market value of the asset is 1,50,000. Compute capital gain. Easy ആയിട്ട് ഇവിടെ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 18 ഒന്നുമില്ല. ഫുൾ വാല്യൂ കൺസിഡറേഷൻ 1,50,000, കോസ്റ്റ് കുറച്ചു, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 50,000. ടൈം എന്ന് പറയുന്നത് വളരെ കുറവല്ലേ, 5 മാർക്ക് കിട്ടും. എന്ത് ഈസി ക്വസ്റ്റ്യനാ. ഇത്രയ്ക്കൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അതില്. കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണോ, ആ പ്രൈസ് ഒന്ന് ശ്രദ്ധിക്കുക, ഡിഫറൻസ് എടുക്കുക, ദാറ്റ്സ് ഓൾ. ഓക്കെ,
Moving to question number 19. Gratitude problem. Dr. Prashant was working with two companies, A and B. He retired from company A in 2019 after serving 24 years. അതിനുശേഷം എന്താണ് he received 1,50,000 as death cum retirement gratuity on which he got full exemption. He also retired from company B after serving 42 years and 10 months. He received 9,75,000 gratuity. Average salary for the last 10 months immediately preceding in which 45. Compute the exempted amount of gratuity assuming that he is not covered under the payment of gratuity. അപ്പോൾ രണ്ട് കേസസ് ഉണ്ട് ചെയ്യാൻ. ഗ്രാറ്റുവിറ്റിയുടെ ആ തിയറി പ്രോപ്പർ ആയിട്ടൊന്ന് മനസ്സിലാക്കുക. നമുക്ക് സോറി നമുക്ക് സൂപ്പറായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നോൺ ഗവൺമെന്റ് എംപ്ലോയി നോട്ട് കവർഡ് അണ്ടർ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ് എടുക്കേണ്ടത്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എഴുതി. Then 1/2 month salary based on average salary for 10 months calculate നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, the calculation ആണ് immediately preceding the month of retirement for every completed years of service. 45,000 into 15 divided by 30 into 42. ഓക്കെ, 1/2 ആണ് നമ്മൾ എടുക്കുക. ആ തിയറി പ്രോപ്പറായിട്ട് ഗ്രാറ്റുവിറ്റിയുടെ ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എടുക്കുന്നു. ദെൻ ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 9,45,000. ഓക്കെ, so that's about question number 19. ഗ്രാറ്റുവിറ്റി ആണ് നമ്മളിപ്പോൾ കണ്ട. മൂവിങ് ടു question number ഗ്രാറ്റുവിറ്റി കഴിഞ്ഞു കേട്ടോ. അതാ question number 20. State any 10 incomes exempted from income tax. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. എക്സംപ്റ്റഡ് ഇൻകംസിൻ്റെ തിയറി എന്തെങ്കിലും ചോദിച്ചിട്ട് 2 മാർക്കോ അതല്ല ചില സമയത്ത് 5 മാർക്ക് അതല്ലെങ്കിൽ 10 മാർക്ക് എന്തെങ്കിലും ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാറുള്ളതാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആ എക്സംപ്റ്റഡ് ഇൻകത്തിൽ ഏതെങ്കിലും ഒരു 5-10 നോക്കി വയ്ക്കുക. ഇതാണ് അഗ്രികൾച്ചറൽ ഇൻകം. സ്ക്രീൻഷോട്ട് എടുത്തോ, നിങ്ങളുടെ ബുക്കിലുണ്ടാവും. എനി സം റിസീവ്ഡ് ബൈ കോപ്പാർട്ട്നേഴ്സ് ഫ്രം HUF, ഷെയർ ഓഫ് ഇൻകം ഫ്രം ഫേം, leave travel concession allowance or perquisite outside India, death cum retirement gratuity, commutation of pension, leave salary or encashment of only retrenchment, compensation received, payment received under Bhopal gas. അപ്പോൾ നോക്കിക്കോളൂ, ഏതെങ്കിലും HRA, ഹൗസ് റെന്റ് അലവൻസിൻ്റെ, എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. തിയറിയാണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. കുറച്ച് പോയിന്റ്സ് 10 നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരും. ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇൻസിഡൻസ് ഓഫ് ടാക്സും വന്നു, റെസിഡൻറ്റ് സ്റ്റാറ്റസും വന്നു. സോ ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ, നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞേക്കണതാണ്. 5 കേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇഫ് ഷീസ് നോൺ റെസിഡൻ്റ് ആണെങ്കിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ കേസിലും കേട്ടോ. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ മാത്രം. ചിലപ്പോൾ 3 കേസും ചോദിക്കാറുണ്ട്. സോറി, ഇതാ. സോ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എക്സംപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ പാകിസ്ഥാൻ ആദ്യത്തെ. കാരണം എന്താ, ഫസ്റ്റത്തെ ഇൻകം അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻകം അറൈസ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, റിസീവ്ഡ് എവറിത്തിങ് ഔട്ട്സൈഡ് ഇന്ത്യ എങ്കിൽ അത് റെസിഡൻറ്റിന് മാത്രം ടാക്സബിൾ ആണ്. ഇത് നോൺ റെസിഡൻ്റ് ആണ്, NRI ആണ്. സോ NRIക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമ്പർ 2 ഇൻകം ഫ്രം സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആലോചിക്കേണ്ട, ടാക്സബിൾ ആണ്. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ക്യാരിഡ് ഓൺ ഇന്ത്യ, ആലോചിക്കേണ്ട, ടാക്സ് കൊടുക്കണം അല്ലേ. അക്രൂഡ് ഇൻ ഇന്ത്യ, റൈസ്ഡ് ഇൻ ഇന്ത്യ, ഇതൊക്കെ ടാക്സ് കൊടുക്കണം. ഇൻകം ഏൺഡ് ആൻഡ് റിസീവ്ഡ് ഇൻ ബംഗ്ലാദേശ് ഫ്രം ബാങ്ക് ഡിപ്പോസിറ്റ് ദർ, എവറിത്തിങ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ NRIക്ക് കൊടുക്കണ്ട, റെസിഡൻറ്റിന് മാത്രം കൊടുത്താൽ മതി. ഇൻകം ഫ്രം ബിസിനസ് ഇൻ സിലോൺ ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. സോ ആ ഒരു കേസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണ്.
ഇൻകം ഫ്രം ബിസിനസ് ഇൻ സിലോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഔട്ട്സൈഡ് ആണ് ഇന്ത്യയിൽ വെച്ച് കൺട്രോൾ ചെയ്യണം. സോ എത്രയാ 24,000 അല്ല, ആ കേസിൽ അഞ്ചാമത്തെ കേസിൽ എന്താ, ഇഫ് ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ബട്ട് എവറിത്തിങ് എന്താണ് ബിസിനസ് ഒക്കെ പുറത്താണ് എങ്കിൽ റെസിഡൻറ്റിനും റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റിനും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇവർക്ക് രണ്ടുപേർക്കും ടാക്സ് കൊടുക്കണം. NRIക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, നില്ലാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലാണ് നമുക്ക് ടാക്സിൻ്റെ എമൗണ്ട് വരിക. സോ ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ വരുന്നത് 24,000 ആൻസർ. ഓക്കെ, PDന്ന് വിവരിക്കുന്നു 5 കേസും. ആദ്യത്തെ അഗ്രികൾച്ചർ ഇൻ പാകിസ്ഥാൻ എന്തുകൊണ്ട് നില്ല് വന്നു, എവറിത്തിങ് ഔട്ട്സൈഡ് ഇന്ത്യ, അപ്പോൾ NRIക്ക് വേണ്ട, റെസിഡൻറ്റിന് മാത്രം മതി. ഇൻ ഇന്ത്യയാണ് രണ്ടാമത്, അപ്പോൾ എന്തെങ്കിലും ടാക്സ് കൊടുക്കണം. ഇവിടെയും ഇൻ ഇന്ത്യ ടാക്സ് കൊടുക്കണം. ദെൻ ഇൻകം ഏൺഡ് ആൻഡ് റിസീവ്ഡ് ഇൻ ബംഗ്ലാദേശ്, എവറിത്തിങ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, NRI. ദെൻ ഇവിടെ ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ബട്ട് ബിസിനസ് ഔട്ട്സൈഡ് ആണെങ്കിൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ഇവർ രണ്ടുപേരും ടാക്സ് കൊടുക്കണം. NRI ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് അതിനില്ല. ഓക്കെ, so that's about question number 21. Moving to question number 22. തിയറി ആണ് വരുന്നത്. ഹൗ ദി വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഈസ് കാൽക്കുലേറ്റഡ് അണ്ടർ ദി ഹെഡ് സാലറി. ഈസി ആയിട്ട് നമുക്ക്, പക്ഷെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പ്രോബ്ലം എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഈസ് കാൽക്കുലേറ്റഡ് അണ്ടർ ദി ഹെഡ് സാലറി. നമുക്ക് അതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഇതല്ലേ ഗവൺമെൻറ് എംപ്ലോയി നമ്മൾ പഠിച്ചത്, നേരത്തെ അതിൻ്റെ പ്രോബ്ലം ചെയ്തു റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ. അത് മൊത്തം തിയറി എഴുതി വയ്ക്കുക. ഗവൺമെൻറ് എംപ്ലോയി ആകുമ്പോൾ ലൈസൻസ് ബി ഡിറ്റർമൈൻഡ് ബൈ ദി ഗവൺമെൻറ്, അതിൻ്റെ കൂടെ ഫർണിച്ചറിൻ്റെ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 10% അല്ലെങ്കിൽ ഹയറിംഗ് ചാർജ് ആണെങ്കിൽ അത് ആഡ് ചെയ്യുക. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് കിട്ടണമെങ്കിൽ ലെസ് ചെയ്യുക, അതാണ് വരിക. അതർ ദാൻ എന്താണ് ഗവൺമെൻറ് എംപ്ലോയി വരുമ്പോൾ പോപ്പുലേഷൻ്റെ ബേസിൽ ആ തിയറി നമ്മൾ പഠിച്ച് അങ്ങനെ എഴുതി വയ്ക്കുക. അപ്പോൾ വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ പ്രോബ്ലം വന്നു, തിയറിയും വന്നു. ഓക്കെ, so that's about question number 22. Question number 23, describe the way of calculating income from house property. Easy. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഫുൾ മാർക്ക് തിയറി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആ പ്രോബ്ലത്തിന് ആ തിയറിക്ക് ശേഷം അതിൻ്റെ ആൻസർ നമ്മൾ അതിൻ്റെ മൊത്തം കൊടുക്കാത്ത എംപ്ലോയീസിൻ്റെ കേസ്, ദെൻ ആ തിയറി കേട്ടോ മൊത്തം ആ ഫോമാറ്റ് മൊത്തം എഴുതി വെച്ചു. ഇനി നെക്സ്റ്റ് എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ള ആ ഫോമാറ്റ് മൊത്തം MRV or FRV വിച്ച് എവർ ഈസ് ഹയർ ഓർ സ്റ്റാൻഡേർഡ് റെന്റ് വിച്ച് എവർ ഈസ് ലെസ്, ഓർ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കിട്ടുന്നതിന് എക്സ്പെക്ട് റെന്റ് എന്ന് പറയുന്നു. എക്സ്പെക്ട് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ ഇന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി എന്താണ് assessee എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണർ. സബ്ട്രാക്ട് ചെയ്യാം അൺറിയലൈസ് റെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാം. ആനുവൽ വാല്യൂ കിട്ടി. ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം 30% ഓഫ് ആനുവൽ വാല്യൂ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രീവിയസ് ഇയർ, അരിയർ ഇൻട്രസ്റ്റിൻ്റെ 1/5 പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലത്തെ. അപ്പോൾ കിട്ടുന്നതാണ് ഇൻകം ഫ്രം HP. അപ്പോൾ നമ്മുടെ പാർട്ട് B കഴിഞ്ഞു. വളരെ ഈസി പേപ്പർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ കേട്ടോ. സോ മൂവിങ് ടു ലാസ്റ്റ് പാർട്ട് essay ടോപ്പിക്കിലോട്ടാണ് വരുന്നത്. ആദ്യം ഇൻകം ഫ്രം സാലറിയുടെ പ്രോബ്ലമാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം കേട്ടോ. മിസ്റ്റർ സെൽവൻ കൽക്കട്ടയിലാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫർണിഷ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ് സാലറി 31 March 2021. ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബേസിക് സാലറി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് നോക്കിയാൽ അപ് ടു 31 December 2020. അതിനുശേഷമുള്ളത് ബോണസ്, കമ്മീഷൻ, അരിയർ സാലറി, ഓക്കെ, DNS അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഫെസ്റ്റിവൽ അലവൻസ്, അലവൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ നോക്കുക. ട്രാവലിംഗ്, ഹെൽപ്പർ, HRA, പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ ആൻസറിലോട്ട് പോകാം നേരെ. ഇതാണ് കേട്ടോ ആൻസർ. നിങ്ങളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ബേസിക് സാലറി കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഉണ്ട്. ബോണസ് എഴുതി, കമ്മീഷൻ എഴുതി, അരിയർ സാലറിയുടെ ഡീറ്റെയിൽസ്, ഓക്കെ, DA എങ്ങനെയാണ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി, ഫെസ്റ്റിവല്, ട്രാൻസ്പോർട്ട്, കൺവെയൻസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ട്രാവലിംഗ്, ഹെൽപ്പർ,
എച്ച് ആർ എ വർക്കിംഗ് നോട്ട് ഉണ്ട് കേട്ടോ, ചെയ്തതിന് ശേഷം കിട്ടിയതാണ്. ഗ്രോസ് സാലറി കിട്ടി, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. എൻ്റെ അലവൻസ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലാണ് കുറയ്ക്കുക. പ്രൊഫഷണൽ ടാക്സ് 2,000 കുറച്ചു. സോ നമുക്ക് ലാസ്റ്റ് കിട്ടിയതാണ് ഇൻകം ഫ്രം സാലറി. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, എസ് എ ഒരെണ്ണം. ഇനി നെക്സ്റ്റ് എസ് എ നമുക്ക് നോക്കാം. അടുത്തത് വന്നത് എച്ച് പി ആണ്. ഈസി ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 25. ശ്രീ പ്രകാശ് ആസ് എ ഹൗസ് പ്രോപ്പർട്ടി let out for residential purpose the following details of the property let out. മുനിസിപ്പൽ റെന്റൽ വാല്യൂ പറഞ്ഞിട്ടുണ്ട്, ആക്ച്വൽ റെന്റ് റിയലൈസ്ഡ് ഉണ്ട്, റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം സ്റ്റാൻഡേർഡ് റെന്റ്, ഫെയർ റെന്റ്, ദെൻ ഹി ഹാസ് പെയ്ഡ് 15% മുനിസിപ്പൽ വാല്യൂവേഷൻ ടാക്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടിയുടെ ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്. 2 lakh ഇൻട്രസ്റ്റ് പേ ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂറിങ് പ്രീവിയസ് ഇയറും പറഞ്ഞിട്ടുണ്ട്. ഫയർ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇൻകം ഫ്രം എച്ച് പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യന്. ഇനി നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് പോവാം. ഇതാ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണ് വന്നിട്ടുള്ള. എക്സ്പെക്ടഡ് റെന്റ് എഴുതി, ആക്ച്വൽ റെന്റ്, ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടി, വിച്ച് എവർ ഈസ് ഹയർ. ദെൻ അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ചു. പിന്നെ അൺറിയലൈസ്ഡ് ഒന്നും ഇല്ല, ആനുവൽ വാല്യൂ വന്നു. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് ആനുവൽ വാല്യൂ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രീവിയസ് ഇയർ, അരി ഇൻട്രസ്റ്റിൻ്റെ 1/5. സോ നമുക്ക് ലോസ് ആണ് വന്നത് നെഗറ്റീവ് 26,538. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു പ്രോബ്ലം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇതാണ് ചോദ്യം, ആൻസർ. So moving to next question. അടുത്തത് തിയറി ചോദ്യമാണ് വന്നത്. 26. ക്യാപിറ്റൽ ഗെയിനിലെ എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ തിയറിയാണ് വന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഞാൻ എപ്പോഴും പറയും പ്രോബ്ലം തന്നെ ചെയ്ത് ചെയ്യുക. നമുക്ക് ഇതിപ്പോൾ ആ പോയിന്റുകൾ 54 കണ്ടോ, നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. Capital gain arising on transfer of property 54, പിന്നെ 54B agricultural land, 54DA, 54CA, EC, FGA, GA, GB. സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ക്യാപിറ്റൽ ഗെയിനിലെ എക്സംഷൻസ് ആണ്. ഏതെങ്കിലും കൺസിഡർ എനി 5 points വിത്ത് എക്സ്പ്ലനേഷൻ. ഇത് വെറുതെ എഴുതിയിട്ട് കാര്യമില്ല, അതിനുള്ള എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കണം കേട്ടോ. മിനിമം 5 ഓക്കെ. മൂവിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് വന്നത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ്. ഇത് ബുക്കിലത്തെ അതേ ചോദ്യമാണ് വന്നത് കേട്ടോ. നോക്കിയേ ഈ ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 27. ഫോളോയിങ് ഈസ് ദി സമ്മറൈസ്ഡ് P&L അക്കൗണ്ട് ഓഫ് ദി ട്രേഡർ. നമുക്ക് ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കണം. വളരെ ഈസി ചോദ്യം. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. GP നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ചോദ്യം. സാലറി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. NP പറഞ്ഞ്, അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഈസ് ഓൺ ബാഡ് ഡെറ്റ്സ് അലൗഡ് ഏർലിയർ, ജനറൽ എക്സ്പെൻസസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ദെൻ ഇനി അതിൻ്റെ ആൻസറിലോട്ട് നമുക്ക് കിടക്കാം. ഇൻകം ഫ്രം ബിസിനസിൻ്റെ ആൻസർ ഇതാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റ് എഴുതി. ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ആഡ് ചെയ്യാനുള്ളത് ഇൻകം ടാക്സ്, ലൈഫ് ഇൻഷുറൻസ്, ഡൊണേഷൻ, പ്രൊവിഷൻ, ജനറൽ എക്സ്പെൻസ്, പേഴ്സണൽ എക്സ്പെൻസ് ഉള്ളത് ആഡ് ചെയ്തു. ദെൻ അതിൽ നിന്ന് ഇൻഅഡ്മിസിബിൾ ഇൻകംസ് സബ്ട്രാക്ട് ചെയ്തു. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ഡിവിഡൻഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്. ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് നില്ലാണ്. സോ ലെസ് ചെയ്തപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് കിട്ടി. ഇതാണ് ആൻസർ കേട്ടോ. 27th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. So that's about income tax, law and accounts in the previous year question paper with answer key discussion ആണ്. നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവും.
നെക്സ്റ്റ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക. ഞാൻ ഇന്നലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ള നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്മാർട്ട് സ്റ്റഡി നടത്തി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി വരും സബ്ജക്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ ചാനലിലൂടെ. സോ എക്സാം ഓറിയൻറ്റഡായിട്ടുള്ള കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.